الرجيم ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا ثم يطمع أن نزيد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്കാവശ്യമായ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഉദാരവാനായ അള്ളാഹുവിൻ്റെ സൽഗുണങ്ങളടങ്ങിയ വിശിഷ്ട ഗുണങ്ങൾ ചേർന്ന അടിമകളായി തീരുവാൻ നാം ഓരോരുത്തരും നിരന്തരമായി ശ്രമിക്കണമെന്നും പരിശ്രമിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ ഉന്നതമായ ഫിർദൗസിൽ അനുഗ്രഹീതമായ പൂന്തോപ്പിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സാഹിത്യ കുലപതികളായ ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രവാചകരെ, അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ, പ്രവാചകർ പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾക്ക് താമസം പിടിക്കാതെ, അധിക സമയമെടുക്കാതെ കൃത്യമായി വിമർശിക്കാനായി നടക്കുന്ന സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. പലർക്കും സത്യം അറിഞ്ഞിട്ടും അതിനെ വിമർശിക്കുന്നവരുണ്ടായിരുന്നു, സത്യം അറിയാതെ നിഷേധത്തോടെ വിമർശിക്കുന്നവരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു പ്രമുഖനാണെന്നറിയപ്പെടുന്ന വലീദ് ബിൻ മുഗീറ എന്ന ഒരാളുണ്ടായിരുന്നു. മഹാനായ സ്വഹാബി വര്യൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയാണ് വലീദ് ബിൻ മുഗീറ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കറിയേണ്ടത്, അദ്ദേഹം ഉള്ളിൽ ആത്മാർത്ഥമായി ഇസ്ലാം ശരിയാണ്, ഖുർആൻ സത്യമാണ്, പ്രവാചകർ ഒരിക്കലും സ്വന്തം ഇഷ്ടങ്ങൾ വെച്ച് സംസാരിച്ചതല്ല ഇതൊന്നും എന്ന് അയാൾക്ക് ഉള്ളിൽ അറിയാം. പക്ഷെ സമൂഹത്തിൻ്റെ മുമ്പിലും അയാൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ മുമ്പിലും അദ്ദേഹത്തിൻ്റെ ഖുറൈശികളുടെ നേതാക്കന്മാരുടെ ഇടയിലും അയാൾക്കുള്ള സ്വാധീനം, അയാൾ ഇസ്ലാമിനെ അംഗീകരിച്ചാൽ നഷ്ടപ്പെടുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. അതുകൊണ്ടൊരിക്കലും പരസ്യമായി ഇത് ശരിയാണെന്ന് പറയാൻ ഒരിക്കൽ പറഞ്ഞു നോക്കിയപ്പോൾ അബൂജഹൽ ഒന്ന് ഭീഷണിപ്പെടുത്തി, അപ്പോൾ തിരിച്ചു പറഞ്ഞു. പക്ഷെ അല്ലാഹു തആല അദ്ദേഹത്തെ പറ്റി ഖുർആനിൽ പറയുന്നൊരു രംഗമുണ്ട്. നാം വലീദ് ബിൻ മുഗീറക്ക് ഒരുപാട് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, ധാരാളം അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ലഭിക്കേണ്ടുന്നത് അദ്ദേഹത്തിന് കിട്ടി. അതെന്തൊക്കെയാ? വജഅൽതു ലഹു മാലം മംദൂദാ വബനീന ശുഹൂദാ വമഹദ്തു ലഹു തംഹീദാ ثم يطمع أن نزيد. സൂറത്തുൽ മുദ്ദസ്സിർ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ആ മനുഷ്യന്റെ പ്രത്യേകത, നാം അവന് ധാരാളം സമ്പത്ത് കൊടുത്തു, നല്ല പണവും തോട്ടങ്ങളും ആവശ്യമായ വിഭവങ്ങളും നാം അദ്ദേഹത്തിന് കൊടുത്തു. പിന്നെയോ വമഹദ്തു ലഹു തംഹീദാ, എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തു. അതിൻ്റെ മുമ്പ് പറഞ്ഞത് വബനീന ശുഹൂദാ, നല്ല ആരെയും കൊതിപ്പിക്കുന്ന, ആരും ഇഷ്ടപ്പെടുന്ന, ഒരുപാട് സിദ്ധികളുള്ള, കഴിവുകളുള്ള, മേന്മയുള്ള മക്കളെ കൊടുത്തു. എല്ലാ കാര്യങ്ങൾക്കും സൗകര്യം ഒരുക്കി കൊടുത്തു. എന്നിട്ടും അയാൾ അതിനേക്കാൾ ആർത്തിയോടെയും അത്യാഗ്രഹങ്ങൾ പലതും പ്രകടിപ്പിച്ചു. അപ്പോ ശത്രുവായിരുന്ന വലീദ് ബിൻ മുഗീറക്ക് പോലും കിട്ടിയ അനുഗ്രഹങ്ങളെ ഖുർആൻ എണ്ണി പറഞ്ഞത് നല്ല നല്ല മക്കൾ അയാൾക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മകനുണ്ടെങ്കിൽ, ഒരു മകളുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്, ഒരു നിഅമത്താണെന്ന് എണ്ണിപ്പറഞ്ഞ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിന്റെ 72-ാമത്തെ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ സ്വന്തം സമൂഹത്തോട് വിളിച്ചു പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു ഇണയെ കിട്ടി, ഒരു ഭാര്യയെ കിട്ടി, ഒരു ഭർത്താവിനെ കിട്ടി എന്നത് നിങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമാണ്.
നമ്മുടെ ചോരും ചോടും അനുഭവിച്ച് ജീവിക്കാൻ ഒരു ഇണയുണ്ടാവുക, നമ്മുടെ സുഖദുഃഖങ്ങൾ പങ്കുവെക്കാൻ ഒരാളുണ്ടാവുക, നമ്മുടെ മറയില്ലാതെ നമ്മുടെ ശരീരവും മനസ്സും പങ്കുവെക്കാൻ ഒരു ഇണയുണ്ടാവുക എന്നതൊരു ഭാഗ്യമാണ്. വജഅല ലക്കും മിൻ അസ്വാജികും ബനീൻ, ആ ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം പുത്രന്മാരുണ്ടാവുക എന്നത് നിങ്ങൾക്ക് ഭാഗ്യമാണ്, നിഅമത്താണ്. വജഅലകും മിൻ അസ്വാജികും ബനീന വഹഫദതൻ, അതുപോലെ തന്നെ ആ മക്കൾ പിന്നീട് വിവാഹം കഴിച്ച് പൗത്രന്മാരുണ്ടാകുന്നു, പേരക്കുട്ടികൾ ഉണ്ടാകുന്നു എന്നതും നിങ്ങൾക്ക് ഭാഗ്യമാണ്, നിഅമത്താണ്. ഖുർആൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇടക്കിടക്ക് മനുഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സന്താനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, അത് ഭാഗ്യമാണ്, നിഅമത്താണെന്ന് വീണ്ടും വീണ്ടും മനസ്സിലാക്കണം. അത് വലിയ ഒരു അള്ളാഹുവിൻ്റെ ഭൂമിയിൽ പല ആളുകൾക്കും ലഭിക്കാത്ത മഹത്തായ സൗഭാഗ്യമാണ്. പല അമ്പിയാക്കന്മാരും വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാലം ദുആ ചെയ്ത് കനിഞ്ഞരുളപ്പെട്ട സന്താനങ്ങൾ അമ്പിയാക്കന്മാർക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ബനൂ ഇസ്രായേലുകാരെ പറ്റി പറയാണ്, അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹ് ഇറക്കി കൊടുത്തു. ബനൂ ഇസ്രായേലുകാർ ഒരുപാട് അനുഗ്രഹത്തിന്റെ വക്താക്കളാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവരെ പറ്റി പറഞ്ഞത് വഅംദദ്നാകും ബിഅംവാലിൻ വബനീൻ, അല്ലയോ ബനൂ ഇസ്രായേലുകാരെ, നിങ്ങൾ നന്ദി കാണിക്കണം. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് തന്നിരിക്കുന്നു. അംവാലുണ്ട് നിങ്ങൾക്ക്, പല നിലക്കും ബനൂ ഇസ്രായേലിയർക്ക് സമ്പത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പല നിലക്കുമുള്ള സമ്പത്ത് നാം നൽകി സഹായിച്ചില്ലേ. വബനീൻ, നിങ്ങൾക്ക് ധാരാളം സന്താനങ്ങളെ തന്നില്ലയോ. വജഅലകും അക്സറ നഫീറാ, ഒരു വൻ സംഘമായി സംഘബലം നിങ്ങൾക്ക് നാം നൽകിയില്ലേ. ധാരാളം മക്കള്, ആ മക്കളിലൂടെ ധാരാളം സമ്പത്ത്, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് സംഘബലവും ശക്തിയും അതുപോലെ തന്നെ ആൾപ്പെരുപ്പവും നൽകിയിട്ട് നിങ്ങൾക്കൊരുപാട് അനുഗ്രഹം നൽകിയില്ലേ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പ്രത്യേകമായി നിഅമത്തിന് നന്ദി കാണിക്കണം. ഇത് ഒരു ഖുർആനിൽ പറഞ്ഞ ഒരു ഭാഗത്തെ ഒരാൾക്ക് വേണ്ടി ബാധകമായതല്ല, എല്ലാവർക്കും ബാധകമായ നിയമമാണ്. സ്വന്തം സന്താനങ്ങൾ ലഭിച്ച വിഷയത്തിൽ അവരോരോരുത്തരും ഭാഗ്യവാന്മാരാണ്. ആ നിഅമത്തിന് അവർ നന്ദി കാണിക്കേണ്ടവരാണെന്ന് എണ്ണിപ്പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ആ നിഅമത്തിന് നന്ദിയായി നമ്മൾ കാണിക്കേണ്ടത് അവരെ നല്ല മക്കളാക്കി ദീനിനുപകരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സമൂഹത്തിനുപകരിക്കുന്ന, രാജ്യത്തിനുപകരിക്കുന്ന, മഹല്ലിനുപകരിക്കുന്ന, യാതൊരു നിലക്കുമുള്ള സാമൂഹിക വൈകൃതങ്ങളുടെ വക്താക്കളാവാത്ത, സമൂഹത്തിലെ ഉന്നതനായി മാറേണ്ടുന്ന ഒരു കുട്ടിയായി, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരെ മാറ്റിയെടുക്കലാണ് നിഅമത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടത്. ഇസ്ലാം അതിന് ചില പൊതുവായ നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നു. മക്കളുള്ള എല്ലാ രക്ഷിതാക്കളും ഇനി പറയുന്ന ചില നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുന്ന നിർദ്ദേശമായി അതിനെ കാണുകയും ഉലമാക്കന്മാർ നമ്മളോട് സഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ വിഷയങ്ങളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന കുടുംബത്തിലെ, നാട്ടിലെ കുട്ടികളോട് ഉള്ള പെരുമാറ്റം ഒന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ ചില കാര്യങ്ങൾ തിരുത്താനുണ്ടാകും, ചില പരിഷ്കാരങ്ങൾ വരുത്താനുണ്ടാകും. ഇന്നു മുതൽ ചില ഭേദഗതികൾ നമ്മുടെ നിലപാടുകളിൽ ആവശ്യമായി വരും. അതിലെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ പ്രത്യേകമായ ഒരു പരിഗണന കൊടുത്തിരുന്നു, ഇസ്തിഖ്ബാൽ ഉണ്ടായിരുന്നു. കുട്ടിയാണെന്ന് പരിഗണിക്കുക, ഇവനൊരു മനുഷ്യൻ്റെ കുട്ടിയാണ്, ഒരു മനുഷ്യൻ്റെ കുട്ടിയാണ്. ഇവൻ വികാരങ്ങളുള്ള, വിചാരങ്ങളുള്ള, ആത്മാഭിമാന ബോധമുള്ള, അന്തസ്സ് വേണമെന്ന് സമൂഹത്തിനിടയിൽ എപ്പോഴും താൻ ഒരു നല്ലവനാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മൂല്യങ്ങൾ തന്നൊരു വ്യക്തിയാണ് ഒരു കുട്ടി. ആ കുട്ടികളെ പ്രത്യേകമായി കുട്ടിയാണെന്ന പരിഗണന, മനുഷ്യനാണെന്ന പരിഗണന, പ്രായം കുറഞ്ഞവനാണെന്ന പരിഗണന ഏതൊരു കുട്ടിക്കും കൊടുക്കണം. എന്താ തെളിവ്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകന്റെ കുടുംബക്കാരനല്ലേ ജഅഫർ റളിയല്ലാഹു അൻഹു. ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു പലപ്പോഴും പ്രവാചകന്റെ വീട്ടിൽ വരാറുണ്ട്. കളിക്കാനും അതുപോലെ തന്നെ കുട്ടികളോടൊപ്പം കൂടാനും പ്രവാചകന്റെ പേരക്കുട്ടികളോടൊപ്പം ഒക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കാൻ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ യാത്ര കഴിഞ്ഞു. ശ്രദ്ധിക്കുക, നമ്മളൊക്കെ ഓരോ ദിവസം ഇറങ്ങി ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വന്ന് സുഖമായി കടന്നുറങ്ങുന്ന ആൾക്കാരാ. പ്രവാചകരതായ ഒരു ദിവസം യാത്ര പുറപ്പെട്ടു.
ആ യാത്രയെല്ലാം കഴിഞ്ഞ് മദീനത്തേക്ക് തിരിച്ചു വന്നു. തലക്കൽ സുബിയാന മിൻ അഹ്ലി ബൈതിഹി, വീട്ടിലേക്ക് കയറി വന്ന ഉടനെ തൻ്റെ കുടുംബത്തിലുള്ള മക്കളെ പോയി അവിടെ കൂട്ടിമുട്ടാൻ, കണ്ടുമുട്ടാൻ, അവരെ വാരിപ്പുണരാൻ പ്രവാചകൻ ചെന്നു. നമ്മൾ എങ്ങനെ എത്തി കിട്ടിയാൽ മതി, ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്ന് ചിന്തിക്കണം. നമ്മൾ മനസ്സിലാക്കുക, അവിടെ നമ്മളെ കാത്തിരിക്കുന്ന, നമ്മൾ പ്രിയപ്പെട്ടവരായി നമ്മൾ മനസ്സിൽ അവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു വാപ്പയാണ്, ഉമ്മയാണ് നമ്മളെന്ന ബോധം പ്രവാചകൻ തിരിച്ചറിഞ്ഞ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നു. വഇന്നഹു ജാഅ മിൻ സഫരിൻ, അദ്ദേഹം യാത്ര കഴിഞ്ഞ് വന്ന വ്യക്തിയായിരുന്നു. എന്നിട്ട് പറയാണ് ഫസബഖ മിൻഹു, ആദ്യം എന്നിലേക്ക് ഓടി വന്നു. അന്ന് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു ചെറിയ കുട്ടിയാണ്, പ്രവാചകർ വീട്ടിൽ കളിക്കാൻ വേണ്ടി വന്നിക്കുക. എന്നെ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ അടുത്തേക്ക് ആദ്യം ഓടി വന്നു. എന്നിട്ട് നബി എന്താ ചെയ്തത്? എൻ്റെ അടുത്തേക്ക് വരല്ലേ, ഞാനാകെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഞാനാകെ തഅബാനാണെന്നൊന്നുമില്ല. ഫഹമലനീ ബിയദി ബൈന യദൈ, പ്രവാചകൻ്റെ രണ്ട് കൈകൾ കൊണ്ടും എന്നെ അങ്ങ് വാരിപ്പുണർന്നു. സ്വന്തം കുട്ടിയും കൂടിയല്ല, പക്ഷെ കുട്ടിയാണ്. രണ്ട് കൈകൾ കൊണ്ട് വാരിപ്പുണർന്നു. സുമ്മ ജിഅല ഇബ്നൈ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവിയുടെ രണ്ട് മക്കളുണ്ടായിരുന്നു അവിടെ. അവരുടെ അടുക്കിലേക്ക് ചെന്ന് പിന്നെ അവരെ വാരിപ്പുണർന്നു. ഫഅർദഫഹു ഖൽഫഹു, അങ്ങനെ അവരെ പിന്തുടർച്ചയായിട്ട് എനിക്ക് ശേഷം അവരെയാണ് കണ്ടത്. അവരെ വാരിപ്പുണർന്നു. എന്നിട്ടും അവസാനിപ്പിച്ചില്ല. തന്നെ കാത്തിരിക്കുന്ന കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് ഒരു വാഹനപ്പുറത്ത്, ഒട്ടകപ്പുറത്ത് കയറ്റിട്ട് ഞങ്ങളെ മൂന്നാളെയും കൊണ്ട് അങ്ങാടിയിലേക്കൊന്ന് പോയി. കുട്ടികളൊന്ന് സന്തോഷിപ്പിക്കുക, മക്കളെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്ന് വിചാരിച്ച് ഈ യാത്ര കഴിഞ്ഞു വന്ന പ്രവാചകര് അവിടുന്ന് ഈ മൂന്ന് കുട്ടികളെയും ഒരു വാഹനപ്പുറത്ത് കയറ്റിയിട്ട് ഇങ്ങനെ, ഇതെന്താണ് അവിടെ സംഭവിച്ചത്? കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കുന്നു, അവരെ പരിഗണിക്കുന്നു, അവരെ പരിചരിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. ഇതൊക്കെ ഏത് സൈക്കോളജി പഠിപ്പിച്ചു കൊടുത്തവർക്ക്? ഇസ്ലാമാണ്. ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള വേറൊന്നും ഇവിടെ ഇല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു തൻ്റെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളും മനസ്സിലാക്കേണ്ടത്, ഓരോ മക്കളിലും ഇത്തരത്തിൽ ആവശ്യമായ ഗുണങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അവരോട് റഹ്മത്തുൻ അലൽ ഇബാദ, ഓരോ അടിമകളോടും പ്രത്യേകം കരുണ കാണിക്കേണ്ടവരാണ്. മക്കളോട് കരുണ കാണിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ആലോചിക്കുക, നമുക്കില്ലാഞ്ഞിട്ടില്ല, ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമായിരിക്കാം. ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വലം യുഅക്കിർ കബീറനാ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല ചെറിയവരോട് കരുണ കാണിക്കാത്തവർ, വലിയവരെ ബഹുമാനിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. നമ്മുടെ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് നമുക്കങ്ങനെ ഉപദ്രവിക്കാനും കൊല്ലാനും തല്ലാനൊന്നും അധികാരം തന്നിട്ടില്ല. അവരോട് കരുണയാണ് കാണിക്കേണ്ടത്. നമ്മളൊക്കെ ആലോചിക്കുക, നമ്മളൊരു കാലത്ത് കുട്ടിയായിരുന്നു, നമുക്ക് എന്തൊക്കെ ദുസ്വഭാവങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ബാപ്പയെ എത്ര പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ ഉമ്മയെ എത്ര കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, സ്കൂളുകളിൽ എന്തൊക്കെ വില്ലത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, നാട്ടിലെന്തൊക്കെ വീമ്പളക്കളകൾ നടന്നിട്ടുണ്ട്, കളിസ്ഥലങ്ങളിൽ എത്ര ശല്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മളെ ആരെങ്കിലും എന്ന് അടിച്ചമർത്തി കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? ഇല്ല. അതുപോലെ നമ്മുടെ മകനും മകളുമൊക്കെ ഒരു കുട്ടിയാണ്, കുട്ടികളാണ്. അവരിലും ഒരുപാട് കുറവുകളും പോരായ്മകളും കാണും. അതുകൊണ്ട് അവരോട് കരുണ കാണിക്കുക. തെളിവ് ഇസ്ലാം എത്ര സന്ദർഭത്തിൽ പറയുന്നു. അവരോട് നന്നായി കരുണ കാണിക്കുക. അഖ്റഅ ഇബ്നു ഹാബിസ് തമീമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് വിവരമില്ലാത്ത അറിവില്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ പ്രവാചകന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നബി ഇങ്ങനെ കുട്ടികളെ എടുത്ത് ചുംബിക്കുകയാണ്. ചുംബനമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്, അടയാളമാണ്. സ്വന്തം കുട്ടികളെ തലോടി സ്നേഹിക്കുന്ന പ്രവാചകരെ കണ്ടപ്പോൾ അഖ്റഅ ഇബ്നു ഹാബിസിന് മനസ്സിലായില്ല, ഇതെന്താണ് സംഭവം, എന്താണെന്നൊരു പിടുത്തം കിട്ടില്ല. കുട്ടികളെങ്ങനെ എടുക്കുക, വാരി എടുക്കുക, ചുംബിക്കുക. പ്രവാചകരെ, എനിക്ക് 10 മക്കളുണ്ട്, വലിയ കാര്യമായി പറയും, എനിക്ക് 10 കുട്ടികളുണ്ട്, ഞാൻ ഇന്ന് വരെ ഒരൊറ്റ കുട്ടിനെ ചുംബിച്ചിട്ടില്ല, നിങ്ങൾ എന്താണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മല്ലാ യർഹമു ലാ യുർഹം. അഖ്റയെ, കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കില്ല. നമ്മൾ കൊടുത്തതാണ് നമുക്ക് ലഭിക്കുക. നമ്മളൊക്കെ നമ്മുടെ മക്കളോട് പറയുന്നു, വയസ്സാം കാലത്ത് മാതാപിതാക്കളോട് കരുണ കാണിക്കണം.
കുട്ടികളാകാൻ കാലത്ത് നമ്മളത് കാണിക്കണം. മല്ലാ യർഹമു ലാ യുർഹമു, കരുണ കാണിക്കാത്തവന് കരുണ കാണിക്കപ്പെടുകയില്ല. കരുണ അങ്ങോട്ട് കാണിക്കണം, അപ്പോഴേ ഇങ്ങോട്ടേക്ക് കരുണ കൊടുക്കുന്നത് കിട്ടുള്ളൂ. കുട്ടികളോട് പ്രത്യേകമായി അവരുടെ മനസ്സിലാക്കി അവരുടെ വിഷമങ്ങളിൽ കൂടെ നിൽക്കാൻ, അവരുടെ സന്തോഷങ്ങളിൽ അവരോടൊപ്പം നിൽക്കാൻ, അവരെ അഭിനന്ദിക്കാൻ, അവരുടെ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറുന്ന കരുണയുടെ വക്താക്കളായി മാറേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. നീതി കാണിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മുടെ മക്കൾക്കിടയിൽ ഭംഗിയുള്ളവരാകട്ടെ, പഠിക്കുന്നവരാവട്ടെ, പഠിക്കാത്തവരാകട്ടെ, കഴിവുള്ളവരാവട്ടെ, ഇല്ലാത്തവരാകട്ടെ, ഒക്കെ നമ്മുടേതാണ്. നമ്മുടെ ഭാര്യ പ്രസവിച്ചവരാണ്, നമ്മുടെ കുട്ടികളാണ്. ആണായാലും പെണ്ണായിരുന്നാലും അവരോട് നീതി കാണിച്ചേ പറ്റൂ. ആൺകുട്ടികളോടും പെൺകുട്ടികളോടും. പലപ്പോഴും പലയിടത്തും ചില ആൾക്കാർ ആൺകുട്ടികളോടൊരു മാറ്റി നിർത്തൽ, ചിലയിടത്ത് പെൺകുട്ടികളൊരു മാറ്റി നിർത്തലൊക്കെ ഉണ്ട്. അതേപോലെ ചിലപ്പോൾ വീട്ടിൽ നല്ല പഠിക്കണ കുട്ടീനോട് ഭയങ്കര വൃത്തിയും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങളുള്ള കുട്ടിയാണെന്ന് വെച്ചെങ്കിൽ ഓനങ്ങോട്ട് മാറ്റി നിർത്തലാണ്. നീതിയുടെ പല പ്രശ്നങ്ങളും, നീതി ലഭിക്കാത്തതിൻ്റെ വിഷമങ്ങൾ പല കുട്ടികളുടെയും ജീവിതത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നീതി ലഭിക്കാത്തത് കൊണ്ട് മാത്രം കേടുവന്ന കുട്ടികളുണ്ട്. എൻ്റെ വാപ്പാക്ക് എന്നോട് ഇഷ്ടമല്ല എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ ഞാനൊരു അധികപ്പറ്റാണെന്ന് തോന്നിയ കുട്ടികളുണ്ട്. വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ മക്കളുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണ്? ഞാൻ ആ വീട്ടിൽ ആരുമല്ലെന്ന തോന്നൽ പലപ്പോഴും കുട്ടികളിൽ എത്തിപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നീതി കാണിക്കണം വിശ്വാസികളെ. അതാണ് തഖ്വയുടെ ഏറ്റവും സമീപസ്ഥമായിട്ടുള്ളത്. അനീതിയല്ല, നീതിയാണ് തഖ്വയുടെ ഏറ്റവും നല്ല അടയാളം. ഒരിക്കൽ പ്രവാചകൻ തൻ്റെ അനുയായികളോട് കൃത്യമായി പറഞ്ഞു, നീതി കാണിക്കണമെന്ന് പറഞ്ഞാൽ യഅ്ദിലൂ ബൈന അബ്നാഇക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണം. കുട്ടികളുടെ ഇടയിൽ നീതി കാണിക്കണം എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? പലപ്പോഴും അതിന് നമുക്ക് കഴിഞ്ഞോളന്നില്ല. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം പറയുന്ന പേര് എന്നും ഒരാളതാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എന്നും ഒരാളെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ, എന്നും ഒരാളുടെ സ്കൂളിൽ മാത്രമേ നമ്മൾ പോവാറുള്ളൂ, എന്നും ഒരാളുടെ മാർക്ക് ലിസ്റ്റ് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. പ്രിയപ്പെട്ടവരെ, യഅ്ദിലൂ ബൈന അബ്നാഇക്കും, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടോ ആ മക്കളോടൊക്കെ നിങ്ങൾ നീതിയായി പെരുമാറണം. സ്വയം മനസ്സാക്ഷിയോട് ചോദിക്കുക, ഞാൻ ശരിയല്ലേ? ഞാൻ അധികമായി പലർക്കും കൊടുക്കുന്നുണ്ടോ? അധികമായി പലരെയും അമിതമായി ശ്രദ്ധിക്കുന്നുണ്ടോ? ചില മക്കൾക്ക് എന്നിൽ നിന്ന് പരിഗണന കിട്ടാതെ പോകുന്നുണ്ടോ? സ്വയം ചിന്തിക്കുക. വേറെ ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. നീതി കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അവരോട് പ്രത്യേകമായി നല്ല ഒരു പരിഗണന, നല്ല ഒരു സ്നേഹത്തിൻ്റെ പെരുമാറ്റം അവർക്കിടയിൽ നമ്മൾ മാതൃകയായി കാണിച്ചു കൊടുക്കണം. അവിടെ നമ്മൾ പിശുക്കേണ്ടവരല്ല. മഹാനായ ഉമർ ഇബ്നു അബീ സലമത്ത് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. നമ്മളൊക്കെ പ്രയാസപ്പെടുന്ന ചില രംഗമാണ്. കുട്ടികൾക്ക് പല ദുശീലങ്ങളുണ്ടാകാം, അദബുകേടുകളുണ്ടാകാം, സ്വഭാവ പെരുമാറ്റ വൈകല്യങ്ങളുണ്ടാകാം. പക്ഷെ അതെങ്ങനെയാണ് തിരുത്തേണ്ടത്? ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ആ കുട്ടി ഭക്ഷണത്തളികയിലെ മര്യാദകളൊന്നും പാലിക്കാതെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രദ്ധ കൊടുക്കുന്നില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ആ സമയത്ത് പ്രവാചകർ ആ കുട്ടിയെ വിളിച്ച് ഉപദേശിക്കുന്നത് ചീത്ത പറയലല്ല, അപമാനിക്കലല്ല, അപഹസിക്കലല്ല, നിന്ദിക്കലല്ല, കുറ്റപ്പെടുത്തലല്ല, തിരുത്തലാണ്. യാ ഗുലാം, പൊന്നുമോനെ, സെമ്മില്ല, നീ ബിസ്മി ചൊല്ലു മോനെ. ശരിക്ക് കൈയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, ശരിക്കും അതാണ് പറയേണ്ടത്. പക്ഷെ മൊത്തത്തിൽ ഒന്നാണ് പറഞ്ഞു കൊടുത്തു. യാ ഗുലാം, പൊന്നുമോനെ, സെമ്മില്ല, നീ ബിസ്മി ചൊല്ല്. വകുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്ക്. വകുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്തുള്ള ഭക്ഷണം നീ കഴിച്ചു തുടങ്ങ്. മറ്റുള്ളതൊക്കെ നീ വിട്, നിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങ്. അവിടെ ഒരു പ്രശ്നമില്ല. ഉമർ ഇബ്നു അബീ സലമ വീണ്ടും വലിയ പ്രായത്തിൽ പിന്നെ പറയുന്നത് അതൊരു മോശമായിട്ടല്ല പറഞ്ഞത്, ആ തിരുത്തൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. നമ്മളിത് കാണുന്ന തെറ്റിനെ പിന്നാലെ കൂടും. 100 കൊല്ലം കഴിഞ്ഞാലും 50 കൊല്ലം കഴിഞ്ഞ് പിന്നെയും പറയും, അന്നേ ഞാൻ എന്നോട് പറഞ്ഞത് എന്ന് പറയാൻ തുടങ്ങിയതാണ്, എത്ര പറഞ്ഞു എന്നോട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സഹികെട്ടാണ് എപ്പോഴും ഓരോ ഉപദേശങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്നേഹമായി തിരുത്തലായി കുട്ടികൾക്ക് തോന്നുന്നില്ല. എൻ്റെ അപ്പനെ ചീത്ത അറിയണമെന്നേ തോന്നുന്നുള്ളൂ.
എൻ്റെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു എന്നേ തോന്നുന്നുള്ളൂ. എന്നെ തിരുത്തി, എന്നെ ഉപദേശിച്ചു, എന്നെ സ്നേഹിച്ചു എന്ന് അവർക്ക് തോന്നി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒരു കുറ്റമായിട്ട് അവർ കണ്ടെത്തുക. പ്രവാചകന്റെ അടുക്കൽ പല സന്ദർഭങ്ങളിലും കുട്ടികളോട് കാണിക്കുന്ന പരിഗണനയും സ്നേഹവും എത്രമാത്രമാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു സദസ്സിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യമാണ്. പ്രവാചകന്റെ കയ്യിൽ അല്പം കുടിക്കാൻ പറ്റുന്ന നല്ല വെള്ളമുണ്ട്, പ്രത്യേകമായ പാനീയമുണ്ട്. അത് സദസ്സിൽ എല്ലാവർക്കും വിതരണം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആദ്യം വലതുഭാഗത്തുനിന്ന് എന്നുള്ള മുൻഗണന വെച്ചുകൊണ്ട് തുടങ്ങാൻ നിൽക്കുമ്പോൾ മുൻപിൽ ഇരിക്കുന്നത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്ന ചെറിയ കുട്ടിയാണ്. അപ്പുറത്ത് വലിയ വയസ്സായ ആളുകളുണ്ട്, സമ്പന്നന്മാരുണ്ട്, കാരണവന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ വലതുഭാഗത്തുള്ളയാൾ കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ പ്രവാചകൻ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ, ഞാനിത് പ്രായമായവർക്ക് കൊടുക്കുന്നത് കൊണ്ട്, ആദ്യം കൊടുത്തു തുടങ്ങുന്നത് കൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ചിലപ്പോൾ കുട്ടിനോട് പോയി ചോദിക്കണ്ട. പക്ഷെ നമ്മളാണെങ്കിൽ എന്താ പറയുക, ഈജ് ഓടെ അവിടെ നിന്ന് തന്നെ നമ്മൾ ആട്ടിവിടുക ചെയ്യുക. കൊടുക്കൂലെന്ന് മാത്രമല്ല, ഓൻ അവിടെ ഇരിക്കുന്നത് പോലും നമ്മൾ ഇഷ്ടപ്പെടൂല. ഇത്രയും സദസ്സിൻ്റെ ഇടയിൽ നിന്ന് അർഹതപ്പെട്ട പരിഗണന, അംഗീകാരമാണ് ആ കുട്ടിയോട്, മോനെ ഇത് നിനക്കാണ് ഫസ്റ്റ് തരേണ്ടത്, പക്ഷേ ഇവിടെ വേറെയും കുറേ വയസ്സായ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഞാനത് കൊടുക്കുന്നത് കൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫഖാൽ, മോൻ അവിടുന്ന് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? തരുന്നത് പ്രവാചകരാണ്, കിട്ടുന്നത് നല്ല പാനീയമാണ്, ഒരു സദസ്സിലുള്ള അംഗീകാരമാണ്, വലതുഭാഗത്തിരിക്കുന്ന കുട്ടിയാണ്. ലാ, ഒരിക്കലും ഞാൻ പറയുന്നില്ല, വല്ലാഹി ലാ ഊതിറു ബിനസീബി മിൻക അഹദാ, പ്രവാചകരെ നിങ്ങളേക്കെന്ന് കിട്ടേണ്ടുന്ന ആ ഒരു ഓഹരി അത് വേറൊരാൾക്ക് കിട്ടാൻ എനിക്കിഷ്ടമല്ല, അത് ആദ്യം എനിക്ക് കിട്ടാനാണ് എനിക്ക് ആഗ്രഹം. കുട്ടികളുടെ മനസ്സ് ഞാൻ തുറന്നു പറഞ്ഞു, നിങ്ങളേക്കെന്നത് ആദ്യം എനിക്ക് കിട്ടണം. ഇതെങ്ങനെയാണ്? എന്നും വീട്ടിൽ ഇങ്ങനെയാണ്, ബാപ്പ എന്നെ വിളിക്കണം, ഉമ്മ എന്നെ ആയിരിക്കണം, അങ്ങനെ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുകയാണ്. ലാ, ഒരിക്കലുമില്ല, ഇത് വിട്ടുകൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല നബിയെ, നിങ്ങളിൽ നിന്ന് ആദ്യം കിട്ടുന്നത് എനിക്കാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എന്തിനാണ് ഇപ്പോൾ ഒരു കുട്ടിനോട് നബി ഇങ്ങനെ അഭിപ്രായം ചോദിച്ച് അവനെ ഒന്ന് പ്രത്യേകമായിട്ട് ചോദിക്കണം? എന്താ? അത് ആ കുട്ടിയുടെ മനസ്സിലൊരു വേദന ഉണ്ടാക്കാൻ പാടില്ല, ആ കാരണം കൊണ്ടൊരു പ്രശ്നം സൃഷ്ടിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇസ്ലാമിൻ്റെ സമീപന രീതികളും കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ കൃത്യമായ നമ്മുടെ ഓരോ ചുവടുവെപ്പുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാവണം. നമ്മുടെ ജോലി തിരക്കുകൾ മക്കൾക്കൊരു പ്രശ്നമാകരുത്, നമ്മുടെ ബിസിനസ് മക്കളുടെ ഭാവിക്കൊരു പ്രയാസമുണ്ടാക്കരുത്, നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഒരിക്കലും കുടുംബത്തിൻ്റെ വിള്ളിച്ചകളിലേക്ക് പോകരുത്, നമ്മുടെ വീടിൻ്റെ പ്രതിസന്ധികൾ ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ തടസ്സമായി മാറരുത്. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക, ഇസ്ലാം പഠിപ്പിക്കുന്ന ഓരോരോ മര്യാദകളും മക്കൾക്കൊരു അപകടമുണ്ടാകാതിരിക്കാൻ, കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കൃത്യമായ ഇടപെടലുകൾ നമുക്ക് ആവശ്യമാണ്, വേണം, പരിഗണിക്കണം. എത്ര ആളുകൾ പ്രിയപ്പെട്ടവർ ഒരു ചെറിയ അശ്രദ്ധകൾ കൊണ്ട് വീട്ടിലെ മക്കൾ മരണപ്പെട്ടവർ എത്ര പേരാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചത്, സ്വന്തം വീട്ടിലെ ഭാര്യയും കുടുംബങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടി നടന്നു പോയി നിറഞ്ഞു നിൽക്കുന്ന ബക്കറ്റിൻ്റെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബക്കറ്റിലേക്ക് വീണു. കുറേ സമയം കഴിഞ്ഞിട്ടോ അങ്ങനെ കുട്ടി അവിടെ കളിച്ചതായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും ശ്രദ്ധയില്ലാതെ വീട്ടിലെ ജോലികൾക്കിടയിൽ കുട്ടികളെല്ലാവരും മറന്നുപോയി. കുറേ സമയം കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ബക്കറ്റിൽ ഒരു കുട്ടി മരണപ്പെട്ട് കിടക്കുന്നത്. സ്വന്തം വീട്ടിലെ ഒന്നിങ്ങനെ ഗേറ്റ് തുറന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തുണ്ടായിട്ട് നമ്മുടെ ഒരു ചെറിയ നേരത്തെ അശ്രദ്ധ ഒരു പക്ഷെ വിധിയാണെന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷെ നമ്മുടെ അശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, സ്വന്തം വീട്ടിൽ ഉപ്പയോടിക്കുന്ന കാറ് പിറകോട്ടടിക്കുമ്പോഴാണ് കാറിൻ്റെ ടയർ കയറിയിട്ട് സ്വന്തം മോള് മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു തരികയാണ്. നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ എത്രമാത്രം ചില അപകടങ്ങൾ ഉണ്ടാക്കുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലേക്കൊരു വാഹനം തിരിക്കാൻ വേണ്ടി വന്നതാണ്, വേറെ സ്ഥലമൊന്നുമില്ലാതെ ഗേറ്റ് തുറന്നൊരു വാഹനം കയറി വരുമ്പോൾ ഉണ്ടായിരുന്ന കുട്ടിൻ്റെ മേലെ ലോറിയാണ് കയറുന്നത്. ഒരു ചെറിയ കുട്ടിൻ്റെ മേലെ ലോറി കയറിയുള്ള അവസ്ഥ ആലോചിച്ച് പ്രിയപ്പെട്ടവരെ, ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഇടത്തല്ല കാര്യങ്ങൾ നടക്കുന്നത്. സ്കൂൾ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന എത്രയോ ദിവസം പോകുന്ന സ്കൂൾ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് 5ാം ക്ലാസ്സുകാരൻ മരണപ്പെട്ടു. ഇവരൊക്കെ വാപ്പാരിയമ്മാനെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കി.
അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ വിലപ്പെട്ടതാണെന്ന ബോധവും സദാ നമുക്ക് ആവശ്യമാണ്. ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ അവർക്ക് കൊടുക്കരുത്. പേടിയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം. അവരെ നമ്മുടെ ദൃഷ്ടിയിൽ എപ്പോഴും ഒരു കണ്ണ് അവരുടെ മേൽ ആവശ്യമാണ്. ജാഗ്രതയോടുകൂടെ നാം അവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ എല്ലാം നമുക്ക് അറിയുന്നവരാണ്, നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. അതോടൊപ്പം ഇസ്ലാമികമായ ചില തർബിയത്തുകൾ നമുക്ക് ആവശ്യമാണ്. മക്കൾ പലതരം സ്വഭാവക്കാരാണ്, പല ഗുണങ്ങളുള്ളവരാണ്, പല പ്രത്യേകതകളുള്ളവരാണ്. ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ളവരാണ്. ഒക്കെ നമുക്കറിയാം. ചിലർ വികലാംഗരായിരിക്കും. അത് അള്ളാഹു തന്ന പരീക്ഷണമാണ്. എന്ത് പരീക്ഷണ? വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടാനുള്ള വലിയൊരു ചാൻസ്. അങ്ങേയറ്റത്തെ ക്ഷമ. എത്രയെത്ര വാപ്പാരന്മാർ അങ്ങനത്തെ രോഗികളുടെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്ന ഉമ്മാനിട്ട് അടിക്കുന്ന മക്കളുണ്ട്. അവർക്ക് അസുഖമാണ്, അവർക്ക് അറിയാത്തവരാണ്. സ്വന്തം മാതാപിതാക്കളെ കല്ലെടുത്ത് ഏറി നെഞ്ചത്ത് ഏറ് കിട്ടിയതിൻ്റെ പാട് കാണിച്ചെന്ന വാപ്പാരുമാരുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ആ കുട്ടികൾ വൈകല്യം, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരുണ്ട്, ശാരീരിക വൈകല്യം അനുഭവിച്ചവരുണ്ട്, വർഷങ്ങളോളം ഒരേ കിടപ്പ് കിടക്കുന്ന മക്കളുണ്ടാവും. അപ്പം നമ്മുടെ മക്കളിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതിന് നമ്മൾ പഴിചാരലോ നിരാശ ബാധിക്കലോ അല്ല. അതൊരു പോസിറ്റീവായി കാരണം ഇതെനിക്ക് സ്വർഗം കിട്ടാൻ, ഈ സഹനത്തിന് എനിക്ക് സ്വർഗം കിട്ടുമെന്ന വലിയ പ്രതീക്ഷയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെയാണ് ചിലപ്പോൾ മിടുക്കരായ, നന്നായി പഠിക്കുന്ന, കഴിവുള്ള, എല്ലാത്തിലും നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന മക്കളുണ്ടാകും. അതും ഒരു പരീക്ഷണമാണ്. ചിലപ്പോൾ അഹങ്കരിക്കാൻ, ചിലപ്പോൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് പിന്നീട് അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന നിലപാടുകൾ ഒരുപാട് മിടുക്കരായ വിദ്യാർത്ഥികൾ കുടുംബത്തിൽ തലവേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായി പഠിക്കുന്നു എന്ന പരിഗണന വെച്ചുകൊണ്ട് വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ കണ്ണീരണിയിപ്പിച്ചവരുണ്ട്. അതും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതൊരു തരം പരീക്ഷണമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ വികൃതികളായ, അനുസരണയില്ലാത്ത, റെസ്റ്റ്ലെസ് എന്ന് വിളിക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റികളുള്ള, ഒരിക്കലും പിടിച്ചാ കിട്ടാത്ത രൂപത്തിലുള്ള മക്കൾ നമുക്കുണ്ടോ? ഇതും എനിക്ക് പടച്ചോൻ തന്നൊരു പരീക്ഷണമാണ്. ഇതൊന്നും പല ആൾക്കാരും അറിയില്ല. ഒരു 400-500 രക്ഷിതാക്കളെടുത്താൽ ഇത്തരത്തിലുള്ള കുട്ടി പ്രവാസ ലോകത്തുള്ള ആളുകൾ, ഫാമിലികൾ പരിശോധിച്ച് നോക്കിയാൽ മതി. പ്രത്യേകിച്ചും ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം, പറഞ്ഞാൽ അനുസരിക്കൂല, അവൻ അങ്ങനെയാണ്, എപ്പോൾ നോക്കിയാലും കളിയാണ്, അത് പൊട്ടിച്ചു ഇത് പൊട്ടിച്ചു എന്നൊക്കെ പറയുന്ന. ഇതിൻ്റെ കാരണം എന്താണ്? വികൃതികളെന്ന് വിളിക്കുന്നവരുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ ഉമ്മയുടെ ഗർഭകാലത്തുണ്ടായ ചില പ്രയാസങ്ങളായിരിക്കാം പിന്നീട് പ്രസവിച്ച കുട്ടിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ കുട്ടീനെ കുറെ അടിച്ചിട്ട് എന്താ കാര്യം? തിരിച്ചറിവുണ്ടാകണം, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ ചില ദുസ്വഭാവങ്ങളും ദുശ്ശീലങ്ങൾ, ഭർത്താവിൻ്റെ പുകവലി, ഡ്രഗ്സിൻ്റെ ഉപയോഗങ്ങൾ, ആൽക്കഹോളിൻ്റെ ഉപയോഗങ്ങളൊക്കെ വരുന്ന കുട്ടികളിൽ ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളുടെയും അടിമയാക്കാൻ സാധ്യതകളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ ഭാര്യയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, പോഷകാഹാരക്കുറവ്, ഇതൊക്കെ മക്കളിൽ അത്തരം സാധ്യതകൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളുണ്ട്. പാരമ്പര്യ ഘടകങ്ങളുണ്ട്. അല്ലെ, ഏതൊരു വികൃതിയായ, നമ്മൾ പറഞ്ഞ പിടിച്ചാൽ കിട്ടാത്തവരെന്ന് വിളിക്കുന്നവരെ വാപ്പാനെയോ ഉമ്മാനെയോ അവരുടെ വല്യപ്പാനെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരു പരിധി വരെ അവരിലൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ കാലഘട്ടത്തിൽ ഈ ഒരു പാരമ്പര്യ ഘടകം അവരിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധയും സ്നേഹവും അവരോട് പെരുമാറുന്നതിനടുത്ത് അങ്ങേയറ്റത്തെ ക്ഷമയാണ് വേണ്ടത്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, വിദ്യാലയങ്ങളിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, ഇവരെക്കുറിച്ചാണ് സമൂഹത്തിന് ഏറ്റവും അവരെ അങ്ങ് മോശാക്കി, അവരെ അങ്ങ് മാറ്റി നിർത്തി ഒരുപാട് വേദനകൾ സമ്പാദിക്കുന്നു. എത്രയോ നല്ല മനസ്സുള്ള അത്തരം കുട്ടികളെ തിരിച്ചറിയാൻ പറ്റാതെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അവരെ എങ്ങനെ പെരുമാറണം, അവരെ ഞാൻ എങ്ങനെ പരിചരിക്കണമെന്ന അറിവില്ലാത്തതുകൊണ്ട് അത്തരം കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വല്ലാത്ത പ്രയാസം തന്നെയാണ്. നമ്മൾക്ക് എല്ലാവരുടെ ഇടയിൽ അവരെ മോശാക്കിയിട്ടും അവരെ ചീത്തപ്പേര് വിളിക്കുന്ന രൂപത്തിലാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ നമ്മളാണ് പരിചരിക്കുന്നത്. നമ്മൾ അവരെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണം. മാതാപിതാക്കളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയും കരുത്തുമാണ് ഏതൊരാളുടെയും മുമ്പിൽ ഒരു മകൻ്റെ വളർച്ചയിൽ. ചില ഉദാഹരണങ്ങൾ കാണാം. ഇന്ന് നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനെ തന്നെ എടുത്ത് പരിശോധിക്കാം. സൗദി അറേബ്യയിലെ റിയാദിൽ ജനിച്ച 1960 റിയാദിൽ ജനിച്ച്
ഇന്ന് സൗദി അറേബ്യയുടെ മക്കയിലെ ഇമാമായി ഗ്രാൻഡ് മുഫ്തിയായിട്ടൊക്കെ നമ്മൾ സൗദി അറേബ്യയുടെ പള്ളിയിലെ ഇമാമായ അബ്ദുറഹ്മാൻ അസ്-സുദൈസ് എന്ന് നമുക്ക് സുപ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങൾ പറയുകയാണ്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ കുടുംബത്തിലെ പല ആളുകളെയും വിളിച്ചു വരുത്തിയിട്ടൊരു സദ്യ ഒരുക്കിയിരിക്കുന്ന സമയത്ത് മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടി അവിടെയുള്ള ഭക്ഷണത്തളികയിലേക്കും ആ സാധനങ്ങളിലേക്കും മണ്ണ് വാരി എറിഞ്ഞു. വേണമെങ്കിൽ ഒരു കുരുത്തം കെട്ടവനെ 100 വട്ടം വിളിക്കാൻ മാത്രമുള്ളത് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വേറെ നമ്മളൊക്കെ വിളിക്കുന്ന പല മൃഗങ്ങളുടെ പേര് പല പേരോടും വിളിക്കാൻ ദേഷ്യം പിടിക്കുമ്പോൾ. പക്ഷേ ആ കുട്ടിയുടെ ഉമ്മയുടെ തിരിച്ചറിവ് പ്രത്യേകതയായിരുന്നു. ആ കുട്ടിയുടെ ഉമ്മ അതാ അവിടുന്ന് തിരിച്ചടുത്തേക്ക് വിളിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇദ്ഹബ് മോനെ, നീ ഇവിടുന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോയി കളിക്ക്, ഇവിടെ മണ്ണാക്കല്ലേ, ഇതിൽ പ്രയാസം ഉണ്ടാക്കല്ലേ. ജഅലകല്ലാഹു ഇമാമൻ ലിൽ ഹറമൈൻ. ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് പറ്റുമോ വീട്ടിൽ കച്ചറ ഉണ്ടാക്കിയ ഒരു കുട്ടിനെ പിടിച്ചിട്ട് ഇരുന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ? പ്രയാസങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഉമ്മാന്റെ വാപ്പാന്റെ മനസ്സിൽ നിന്ന് തരേണ്ടത് പ്രാർത്ഥനയാണ്. ശാപമാക്കല്ല, ചീത്ത വിളിക്കലല്ല, കുറ്റപ്പെടുത്തലല്ല. മോനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, മോനെ ജഅലകല്ലാഹു ഇമാമൻ ലിൽ ഹറമൈൻ, ഇരു ഹറമുകളുടെയും ഇമാമാക്കി നിന്നെ മാറ്റട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരു പ്രാർത്ഥനയ്ക്ക് ഇത്ര ഫലമുണ്ടോ? ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മനസ്സിന് ഇത്ര വില ഉണ്ടോ? ഇന്ന് നമ്മളെ മുമ്പിൽ ജീവിച്ചിരിക്കല്ലേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു ഇമാമത്തിൻ്റെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സർവീസ് കൊണ്ട്, അനുഭവം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള സൂക്ഷ്മത കാരണം കൊണ്ട് 4 വർഷം കൂടെ സർക്കാർ ഗവൺമെൻറ് കാലാവധി നീട്ടിക്കൊടുത്തു. 2005 ദുബായ് ഇൻ്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡിലെ ഏറ്റവും മികച്ച ഇസ്ലാമിക വ്യക്തിത്വം എന്ന പേര് രൂപത്തിൽ ഏറ്റവും പ്രോത്സാഹനമായിക്കൊണ്ട് അവാർഡ് വരെ കിട്ടിയെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ ഒരു ദേഷ്യപ്പിടിക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും ഉമ്മാൻ്റെ ഒരു മനസ്സറിഞ്ഞ പ്രാർത്ഥന അവർക്ക് എത്ര ഫലം ചെയ്തു എന്നായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കലാണ് വേണ്ടത്. ശകാരങ്ങളല്ല, ശാപവാക്കുകളല്ല, ചീത്തവിളികളല്ല. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഹദീസ് വായിക്കുമ്പോൾ നമ്മൾ ഇടക്കിടക്ക് പേര് പറയുന്നു. ഓരോരുത്തരുടെ ജീവിതം പഠിക്കുക പ്രിയപ്പെട്ടവരെ. എല്ലാ പണ്ഡിതന്മാരുടെയും എല്ലാ ഇമാമിയങ്ങളുടെയും ജീവിതത്തിൻ്റെ ചെറിയ പ്രായമെന്ന് നമ്മൾ പഠിക്കണം. ആ മക്കളെ എങ്ങനെയാണ് അവരുടെ ഉമ്മയും ഉപ്പയും കൈകാര്യം ചെയ്തത്. ഇമാം ബുഖാരി അതാ ചെറിയ പ്രായത്തിൽ കണ്ണിന് കാഴ്ചക്ക് പ്രയാസമുണ്ട്, കണ്ണിന് ഭയങ്കര കാഴ്ചക്കുറവ്. ഹത്താ തഫഖദ ബസറുഹു, അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമോന്നുള്ള അവസ്ഥയ്ക്ക് വരെ എത്തി ഇമാം ബുഖാരിൻ്റെ കണ്ണിന്. പക്ഷേ ആ ഉമ്മാൻ്റെ മനസ്സ് തട്ടിയുള്ള പ്രാർത്ഥന, പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് ഹദീസ് യാത്ര, ഹദീസിൻ്റെ വിഷയത്തിലുള്ള ഒരുപാട് സൂക്ഷ്മമായ ദീർഘമേറിയ യാത്രകൾ, ഇരുട്ടത്തിരുന്നു കൊണ്ട് നിലാവെളിച്ചത്തിലേക്ക് മാറി, നിലാവെളിച്ചത്ത് നിന്നുകൊണ്ട് ഹദീസ് എഴുതാൻ മാത്രമുള്ള കാഴ്ച ശക്തി അള്ളാഹു തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഉമ്മയുടെ ഉപ്പയുടെ മനസ്സിനകത്തുനിന്ന് ഉണ്ടാകേണ്ടുന്ന ഒരു കുട്ടിക്ക് ലഭിക്കേണ്ടുന്ന പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, കുറയരുത്. അതൊരിക്കലും കുറഞ്ഞു പോകരുത്. അത് അത്യാവശ്യമാണ്. അത് അവർ നന്നാകുന്നതിൽ, അവർ മികവുറ്റവരാക്കുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല കുടുംബങ്ങളിലും മക്കളിലുമൊക്കെ ഇസ്ലാമികമായ തർബിയത്ത് ലഭിക്കാത്തത് കൊണ്ട് മക്കൾക്ക് പല അറിവില്ലായ്മകളും ഉണ്ടാകും. അത് തിരുത്തി കൊടുക്കേണ്ടതും മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഒരു ചരിത്ര സംഭവം എഴുതി വെക്കുന്നു. ഒരു രാജാവ് ഉണ്ടായിരുന്നു, ധാരാളം സമ്പത്തിൻ്റെ ഉടമയാണ്. വകാനത്ത് ലഹു ഇബ്നത്തുൻ, അയാൾക്കൊരു മകളുണ്ടായിരുന്നു, ഏക മകളുള്ള ഒരു രാജാവ്. വലദുൻ ഗൈറഹാ, വേറെ മക്കളൊന്നും അവർക്കില്ല. വകാന യുഹിബ്ബുഹാ ഹുബ്ബൻ ശദീദാ, ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടിനെ, നല്ല ഇഷ്ടം. സ്വാഭാവികമായിട്ടും നല്ല ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാം അകമഴിഞ്ഞു കൊടുക്കുക. അങ്ങനെ പറയാണ് ആ രാജാവ്, വകാന യുൽഹീഹാ ബിസുനൂഫൽ ലഹ്വി ഫമകസ കദാലിക സമാനാ, എല്ലാ വിനോദങ്ങളുടെയും സുഖങ്ങളുടെയും ആനന്ദങ്ങളുടെയും എല്ലാം എറിഞ്ഞു കൊടുത്തു പെൺകുട്ടിക്ക്. വർഷങ്ങളോളം ആ സുഖശീതള ചായയിൽ അവൾക്ക് അടിപൊളിയായി ജീവിച്ചു.
ആ രാജാവിൻ്റെ ദർബാറിനകത്തൊരു ആബിദായ ജോലിക്കാരനുണ്ടായിരുന്നു, ഇബാദത്തെടുക്കുന്ന നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ഖുർആൻ ഓതുകയാണ്, ഉറക്കയാണ് പാരായണം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തുള്ള പണിയാണ്. അദ്ദേഹം ഓതുന്ന ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ. അറബി അറിയുന്ന മകള് ആ വീട്ടിലുള്ള രാജാവിൻ്റെ മോള് പറഞ്ഞു ഇയാളോട്, നിങ്ങളെ നോത്ത് നിർത്തി. എന്ത് ചോദിച്ചു? അദ്ദേഹം മോത്ത് വീണ്ടും തുടർന്ന് ഉറക്കോതി യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. ആ നരകത്തിൽ വിറകാക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരുമാണ്, പരുഷ സ്വഭാവികളായ മലക്കുകളാണ് അവിടെ. ഇതൊക്കെ ഇങ്ങനെ മകളിങ്ങനെ കേൾക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വായ മകൾ പൊത്തിപ്പിടിച്ചു. ഒരു തുണിക്കഷ്ണം എടുത്തിട്ട് നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും, ഞാനൊന്ന് വാപ്പാനോട് കുറച്ച് കാര്യം ചോദിക്കാണ്ട്. ഓടിച്ചെന്ന് ആ മകൾ വാപ്പാനോട് ചോദിക്കുന്നു, അസ്അലുക ബിഅല്ലാഹി അബതി ലില്ലാഹി അസ്സ വജല്ല ദാറുൻ ഫീഹാ നാർ. വാപ്പാ, അല്ലാഹുവിനൊരു വീടുണ്ടോ? നരകമായി തീയായി നിറക്കപ്പെട്ട ഒരു വീടുണ്ടോ? വഖൂദുഹന്നാസ് വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും നിറക്കുന്ന ഒരു വീട് അല്ലാഹുവിനുണ്ടോ? നരകമുണ്ടോന്ന് ചോദിച്ചു. വാപ്പ പറഞ്ഞു കൊടുത്തു നഅം, ഉണ്ടല്ലോ. കാലത്ത് അപ്പം മോള് പറഞ്ഞു വമാ യംനഉക യാ അബതി അൻ തഖ്ബിറനീ. എന്നിട്ട് വാപ്പാ, ഇത്രയും കാലം നിങ്ങൾ എന്താണ് എനിക്കത് പറഞ്ഞു തരാതിരുന്നത്? നമ്മളെ കുട്ടിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്, വീടുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, നല്ല കോളേജിലാണ് പഠിക്കുന്നത്, ഡ്രസ്സുണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. ഈ മോള് ചോദിക്കണ പോലെ ചില ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ല വാപ്പാ, എന്നിട്ട് എന്താണ് നിങ്ങൾ എനിക്ക് ഇതുവരെ അത് പറഞ്ഞു തരാത്തത്? വല്ലാഹി ലാ അകൽതു ത്വയ്യിബാ, ഇതുവരെ മാന്യമായ നല്ല ഒരു ഭക്ഷണം പോലും, ഹലാലായ ശുദ്ധമായ നല്ല രൂപത്തിലുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. വലാ നിംതു അലാ ലയ്യിനിൻ, ഒരു മാന്യമായ ഉറക്കം ഉറങ്ങിയിട്ടില്ല. ഹത്താ അലമ ഐന മൻസിലി ഫിൽ ജന്നതി അബിന്നാർ. നരകത്തിലാകുമോ ഞാൻ സ്വർഗത്തിലാകുമോ എന്ന് എനിക്കിപ്പോൾ പേടിയുണ്ട്. എനിക്ക് എൻ്റെ പേടി താങ്കൾ അകറ്റിത്തരണം. അപ്പോൾ ആ ചിന്തകൾ ഇട്ടു. അതല്ലാതെ നമ്മുടെ മക്കളെ ഇന്ന് പിടിച്ചു നിർത്താൻ, ശരിക്കും അവരുടെ ജീവിതത്തിൽ ഒരു നല്ല രൂപത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള വഴി ദീന് കൊടുക്കലാണ്. ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രായമെത്തിയ 14 കഴിഞ്ഞ 15 കഴിഞ്ഞ മക്കൾ അവരനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 താഉകളുണ്ട്. താന്ന് പറഞ്ഞാൽ ശുബഹാത്തിൻ, ഷഹവാത്തിൻ, വലദ്ദാത്തിൻ. 3 താത്തമാര്. അവരാരാണ്? ശുബഹാത്തിൻ, ഒന്ന് ആശയപരമായി വിശ്വാസപരമായി സംശയമുണ്ടാക്കുന്നതാണ്. കുറേ നിരീശ്വരവാദം, യുക്തിവാദം, ഇങ്ങനെ ഓരോന്നിൻ്റെ പ്രത്യേക ടീമായിട്ട് തന്നെ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് മക്കളെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ നന്നായിട്ട് വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ശുബഹാത്ത് ഉണ്ടാക്കുക. സൈറ്റുകളിലൂടെ, വീഡിയോകളിലൂടെ, അങ്ങനെ പല നിലക്കും സൗഹൃദങ്ങളിലൂടെ എല്ലാം കൊടുത്ത്, ഫ്രീഡത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളൊക്കെ കൊടുത്ത് ക്യാമ്പയിനുകളൊക്കെ ആക്കി അവരുടെ പണി ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളെ പതുക്കെ വലയിലാക്കണം. അതിനുവേണ്ടിയുള്ള അവരുടെ ഇസ്ലാമികമായ ആവേശങ്ങൾ തളച്ചുകെട്ടണം. വെറും മതത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അത്തരം വേഷങ്ങളും അത്തരം കാഴ്ചപ്പാടുകളുമുള്ളവരെ വസവാസുകളിലാക്കുന്ന ശുബഹാത്തുകളിലാണ് മക്കൾ പോകുന്നത്. ദേഹേച്ഛകളിലായി മുറുകി ജീവിക്കുകയാണ്. ഇച്ഛകളാണ്, മനസ്സിൻ്റെ ഇഷ്ടങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കുകയാണ്. സെക്സ് അവരെ ബാധിക്കുന്നുണ്ട്, ഡ്രഗ്സ് ബാധിക്കുന്നവരുണ്ട്, ലവ് അഫേഴ്സ് അവരെ ബാധിക്കുന്നുണ്ട്. പല കണികളും അവരുടെ മനസ്സിച്ഛിക്കുന്നതിനൊക്കെ സർവ്വ സൗകര്യങ്ങളുമുള്ള ഒരു സാഹചര്യത്തിലാണ്. വലദ്ദാത്തിൻ, സുഖാനന്ദങ്ങളുടെ ലോകത്താണ് അവർ ജീവിക്കുന്നത്. എന്തൊക്കെ സുഖങ്ങൾ വേണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ടോ, നിമിഷ നേരങ്ങൾ കൊണ്ടത് രഹസ്യമായി നടപ്പിലാക്കാൻ ഇന്ന് സൗകര്യങ്ങളുണ്ട്. സൂക്ഷിക്കുക പ്രിയപ്പെട്ടവരെ, ജാഗ്രതയോടെ നമ്മൾ കാണുക. ഇതിനൊക്കെ ഒരു മറയിടാനാണ് വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മൾ പലപ്പോഴും ഓരോ പ്രായം വെച്ചുകൊണ്ട് അവർക്ക് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു, ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു, പഠന ക്ലാസുകൾ നടത്തുന്നു. പ്രോഫ്കോൺ പോലെ ഇൻഷാ അല്ലാഹ് വരുന്ന മാർച്ച് മാസം 13, 14, 15 കൊല്ലം കരുനാഗപ്പള്ളിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി 3 ദിവസം ഉറക്കമൊഴിച്ച്
സംബന്ധിച്ച് വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും രക്ഷിതാക്കളും കനിഞ്ഞു പരിശ്രമിക്കുന്നത് എൻ്റെ മകനോ മകളോ ഈ ശുബഹാത്തിൻ്റെ ഒരാളായി മാറരുത്, ഷഹവാത്തിൻ്റെ ആളായി മാറരുത്, ലദ്ദാത്തിൻ്റെ കെണിയിൽ വിട്ടുപോകരുത്. അവരെ നമ്മൾ തീർച്ചയായും നമുക്കതിന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം. അവിടെ നമുക്ക് എന്തൊക്കെ അവരെ സഹായിക്കാൻ, ഏതൊക്കെ നിലക്ക് നമുക്ക് ഒരു കുട്ടീനെ എത്തിക്കാൻ പറ്റുമോ എത്തിക്കണം. ഒരു ക്യാമ്പസിൽ ബസ് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ഏൽപ്പിച്ചു കൊടുക്കണം. എന്തിനാ? ഇതിന്ന് വർദ്ധിച്ചു വരുന്ന വൈറസാണ്, പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്യാമ്പസുകളെ നന്നായി ബാധിക്കുകയാണ്. മഫ്തയിട്ട് നടക്കുന്ന, പർദ്ദയിട്ട് നടക്കുന്നവരുടെ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരം കേസുകൾ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊപ്പിയിട്ട് പള്ളിയിൽ വന്ന് നമസ്കരിച്ച്, സുന്നത്ത് നമസ്കരിച്ച് മനുഷ്യൻ പുറത്തിറങ്ങിയിട്ട് വന്ന് എന്നോട് പറഞ്ഞത്, ഉസ്താദെ ഞാൻ എന്തിനും തയ്യാറാണ്, പക്ഷേ ലഹരി ഒഴിവാക്കാൻ നിങ്ങൾ പറയരുത്. തൊപ്പി ധരിച്ച് താടി വളർത്തി സുന്നത്ത് നമസ്കരിക്കുന്ന വ്യക്തിൻ്റെ ഉള്ളിൽ പോലും വിരിഞ്ഞു മുറുകാൻ, അവന് ഒഴിഞ്ഞു പോകാൻ പറ്റാതെ അവൻ ഇന്നും വിഷമിച്ചു കൊണ്ടിരിക്കുന്നു. ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പോലും പരിശോധനകൾ, അവർക്ക് ചികിത്സിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ 16 വയസ്സ് മുതലുള്ള കുട്ടികളാണ് വരുന്നത്. ലഹരിക്ക് ഉപയോഗിച്ച ഒരു തവണ ഉപയോഗിച്ചവനല്ല, അടിമപ്പെട്ടവർ, ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ പ്രമുഖന്മാർ, ഖതീബുമാർ, അധ്യാപകന്മാർ വരെ പല നിരക്കുമുള്ള ലഹരികളിൽ നിന്ന് പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. സ്വന്തം മക്കളുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഒരു ജാഗ്രത വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ കേവലം കുറേ ഇബാദത്തുകൾ മാത്രമല്ല, ഒരു മനുഷ്യൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ അവിടുന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ. ഉലമാക്കന്മാർ ഈ കാലഘട്ടം മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവരുടെ കുടുംബങ്ങളിലും അവരുടെ മക്കളിലും ഇസ്ലാമികമായ തർബിയത്തുണ്ടാകാൻ അവർ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. പ്രത്യേകം നമ്മുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഉലമാക്കന്മാർ അവരുടെ ഫത്വകളിൽ, അവരുടെ കിതാബുകളിൽ അവർ പറയുകയാണ്, ഒരു മകൻ, ഒരു മകൾ വളർന്നു വരുമ്പോൾ നിങ്ങളിൽ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കണം. അതിലൊന്നാണ് അവരോട് നല്ല റിഫ്ക് കാണിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കണം. റിഫ്ക്, അലിവ്, കനിവ്, ദയ, അത് അത്യാവശ്യമാണ്. കാണുന്നതിന് മുഴുവൻ ചീത്ത പറയുന്ന, അടിക്കുന്ന, അതുപോലെ തന്നെയുള്ള ധാരാളക്കണക്കിന് വിരോധാഭാസങ്ങൾ നിറഞ്ഞ നിലപാട് സ്വീകരിക്കുന്നവരെ മക്കളോട് ഏത് പ്രായത്തിലാണെങ്കിലും ഒരു റിഫ്ക് കാണിക്കണം, ഒരു ലീന് കാണിക്കണം, സൗമ്യത കാണിക്കണം. ക്രൂരതല്ല, നമ്മളെ കഴിവുകൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് അടച്ചിരുത്തല്ല, പരിഹാരമാണ് പറയുന്നത്. ഇസ്ലാം പറയാണ് മക്കളോട് നന്നായിട്ട് റിഫ്ക് കാണിക്കണം. എവിടെയാണ് ഉദാഹരണം പറഞ്ഞത്? പ്രവാചകന്റെ ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ക ഫിൽ അംരി കുല്ലിഹി. ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാ കാര്യത്തിലും ദയ കാണിക്കുന്നത്, അലിവ് കാണിക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, ഭാര്യൻ്റെ കാര്യത്തിൽ, വാപ്പാൻ്റെ കാര്യത്തിൽ നമ്മൾ ദയ കാണിക്കുന്നു, അലിവ് കാണിച്ച അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണ്. അത് കാണിക്കാൻ നമ്മൾ മടിക്കല്ലേ, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് കിട്ടുന്നത്. അതുപോലെ ജരീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നത്, മൻ യുഹ്രിമിർ റിഫ്ഖ യുഹ്രിമിൽ ഖൈർ. ഒരാൾക്ക് ഇനി ഈ സാധനം ഇല്ലയെന്ന് വിചാരിക്കുക, ഇതിന് തോന്നണില്ല. ഒരാളിൽ ഒരു നിലക്കും അലിവില്ലാത്ത, കനിവില്ലാത്തവനാണെങ്കിൽ അവനിൽ എല്ലാ ഖൈറുകളും നിഷിദ്ധമാക്കപ്പെടുന്നു. ദയയില്ലാത്ത, അലിവില്ലാത്ത മനുഷ്യനാണെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? അവൻ ചെയ്യുന്ന കാര്യത്തിലെല്ലാം പിന്നെ മോശത്തരങ്ങളാണ്. തിരൂരങ്ങാടി, മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ കഴിഞ്ഞ 4 ദിവസം മുമ്പ് നമ്മൾ വാർത്ത വായിച്ചില്ലേ? റാഫി എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ 5, 8, 10 വയസ്സുള്ള 2 കുട്ടികളെ മദ്യപിച്ച് വന്ന് അടിച്ച് പൊളിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന, ഇയാളെ ഭാര്യയില്ല, ഭാര്യ ഇട്ടെറിഞ്ഞു പോയിക്കുന്നത്, എന്നിട്ട് ഉമ്മയാണ് കുട്ടികൾക്ക് നോക്കുന്നത്. എന്നിട്ട് ഈ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിൽ കാഷ്ടിച്ച് മൂത്രമൊഴിച്ചിട്ട് കഴിക്കണമെന്ന് പറഞ്ഞ് കഴിപ്പിക്കുകയാണ്. നഅൂദുബില്ലാ. റിഫ്ക് നഷ്ടപ്പെട്ടാണ്ടല്ലോ ഒരു മനുഷ്യൻ പിന്നെ ചെയ്യുന്നതിന് കണക്കുണ്ടാവില്ല. മയ്യുഹരിമിൽ റിഫ്ക, ആർക്കെങ്കിലും റിഫ്ക് ഹറാമായി തടയപ്പെട്ട് കഴിഞ്ഞാൽ യുഹരിമിൽ ഖൈർ, എല്ലാ ഖൈറുകളും അവന് നിഷിദ്ധമാക്കപ്പെടും. ശ്രദ്ധിക്കുക, നമുക്ക് റിഫ്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ സ്വഭാവം മാറും.
നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ പുറത്തു വരും, നമ്മുടെ നാവിൽ നിന്ന് തെറികൾ പുറത്തു വരും, പല പ്രശ്നങ്ങൾക്കും അത് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയുക, കുടുംബജീവിതത്തിൽ എല്ലാവരോടും റിഫ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. മറ്റൊരു ഹദീസും കൂടെ പറയാം. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഇദാ അറാദല്ലാഹു അസ്സ വജല്ല ബി അഹ്ലി ബൈത്തിൻ ഖൈറാ, അല്ലാഹ് ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഖൈർ ചൊരിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ഖല അലൈഹിമുർ റിഫ്ഖ, അവരിൽ അല്ലാഹു ദയയും ഔദാര്യങ്ങളും ചൊരിഞ്ഞു കൊടുക്കും. നമ്മളെ വീട്ടിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ, നമുക്ക് എല്ലാവർക്കും റിഫ്ക് ഉണ്ടാവും. നമ്മളൊന്ന് പഠിച്ചാൽ മതി. എന്താ റിഫ്ക്? റഫീഖ്, റിഫ്ഖ്, അലിവ്, ദയ, കനിവ്. അതുണ്ട് വെച്ചെങ്കിൽ ആ വീട്ടിൽ ഖൈറാണ് വരാൻ പോണത്. ആ വീട്ടിൽ ഖൈറുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. രണ്ടാമത് ഉലമാക്കന്മാർ പഠിപ്പിക്കുകയാണ്, നല്ല റിഖാബത്തുൽ വാലിദൈനി ഔലാദിഹിമാ, മക്കളോട് നല്ല രൂപത്തിലുള്ള നിരീക്ഷണം വേണം. അതുപോലെ നമ്മളൊരു നിരീക്ഷണമാണ്, ഒരു ഒബ്സർവേഷൻ. അതെന്തിനാണ്? അത് നമ്മൾ പോലീസുകാരനെ പോലെ ആവാനും പാടില്ല. ഫുള്ള് ഓൻ്റെ തെറ്റുകൾ കാണാം, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ അവനെങ്ങനെ ഹറാസ് ചെയ്യുന്നതോ ആ രൂപത്തിലാവാതെ ഒരു നിരീക്ഷണം തൻ്റെ മക്കളുടെ കാര്യത്തിൽ. എന്തൊക്കെയാണ് നിരീക്ഷിക്കേണ്ടത്? ഖദ് സയ്യനഹു ശൈത്താനു ലിൽഔലാദി ബിഖതിനാഇ ശൈഇൻ മുഹറമിൻ, പല ഹറാമായ കാര്യങ്ങളും മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. അതുണ്ടോയെന്ന് നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കണം. നമ്മളിപ്പോൾ നോക്കണ്ടോ, അങ്ങോട്ട് തിരിഞ്ഞോ ഇങ്ങോട്ട് തിരിഞ്ഞോ, ഓൻ ഓരോ സൈഡ് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ നോക്കി നടക്കണം. അതിനേക്കാൾ വലുതപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. അത് നമ്മൾ നോക്കണം. ഹറാമുകളിലേക്ക് അവൻ എത്തിപ്പെടുന്നുണ്ടോ? ലാ യഹില്ലു നദറ ഇലൈഹി, ഹറാമുകൾ അവൻ നോക്കുന്നുണ്ടോ? ലാ യഹില്ലു ലിസ്തിമാഇഹി, ഹറാമുകൾ കേട്ടാസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? ഫുള്ള് കുട്ടികളുടെ കയ്യിൽ ഫോണാണ്. എല്ലാ സൈറ്റുകളും അറിയാം, എല്ലാ വകുപ്പും അറിയാം, ഏത് പാസ്വേഡും കുത്തി തുറക്കാനുള്ള എല്ലാ കപ്പാസിറ്റി ഉണ്ട്. ഒടുക്കന്മാരാണ്, ശരിയാണ്. പക്ഷെ ഇത് ശ്രദ്ധിച്ചോളൂ, ഹറാമിലാണ് അവരുടെ പോക്ക് എങ്കിൽ അതവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് നഷ്ടപ്പെടാൻ ഒരിക്കലും ശ്രദ്ധ നഷ്ടപ്പെടരുത്. അതുപോലെ തന്നെ ഉലമാക്കന്മാർ പറഞ്ഞു, എന്നാൽ ആ നിരീക്ഷണത്തിൻ്റെ മറവിൽ ഒരിക്കലും അവരുടെ സ്വകാര്യ ജീവിതങ്ങൾ ചൂഴ്ന്നന്വേഷിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. വലാ തജസ്സസു, നിങ്ങൾ അങ്ങനെ രഹസ്യങ്ങൾ ചൂഴ്ന്നന്വേഷിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. ഊഹങ്ങൾ നിങ്ങൾ ഒരിക്കലും വെച്ച് നടക്കരുത്. എൻ്റെ മകനിൽ അങ്ങനെ ഉണ്ടോ, എൻ്റെ മോളിൽ അങ്ങനെ ഉണ്ടോ എന്ന ഒരു ഊഹത്തെ വെച്ചുകൊണ്ട് മാത്രം നടക്കരുത്. ഇന്ന ബഅദല്ലന്നീസുമുൻ, മിക്കവാറും ഊഹങ്ങൾ പാപമാണ്, തെറ്റാണ്. അതുകൊണ്ട് ഒരിക്കലും ഊഹം വെച്ച് നടക്കല്ലേ. വലാ തജസ്സസു, അവരുടെ രഹസ്യങ്ങൾ ചൂഴ്ന്നന്വേഷിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവല്ലേ. അതേ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ അവരിൽ കണ്ടാൽ അത് അവർ മാന്യമായി നമ്മൾ തടുക്കേണ്ടതുപോലെ മര്യാദയായി അവരിൽ നിന്ന് തടുക്കുകയും വേണം. ഇതൊക്കെ നമ്മൾ ചെയ്യാനുള്ളവരാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. കുടുംബജീവിതത്തിൽ ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഉലമാക്കന്മാർ പറയുന്നു, ഞാൻ ചുരുക്കി പറയുന്നു, അവസാനിപ്പിക്കുന്നു, വീടിനകത്തും വീടിന് പുറത്തും ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഖൈർ വരാൻ പറ്റും. അതിലൊന്ന്, വീടിന് അകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരിക്കലും തന്നെ നമ്മൾ വിട്ടുപോകേണ്ട ഉലമാക്കന്മാർ എണ്ണിപ്പറഞ്ഞ വിഷയങ്ങൾ അവർ പറയുന്നു. ലാബുദ്ദ മിൻ മുഹാഫദത്തിൽ ആബാഇ അല സ്വലാത്തി ഫിൽ മസ്ജിദി മഅ ഔലാദിഹി. അറബ് രാജ്യത്തെ മനസ്സിലാക്കിയിട്ട് തന്നെ പണ്ഡിതന്മാർ പറയാം, കുട്ടികളും വാപ്പയും അതുപോലെ പള്ളി പോകേണ്ട ആൾക്കാരൊക്കെ പള്ളിയിൽ പോയി ജമാഅത്തായി കൃത്യമായി നമസ്കരിക്കണം. അങ്ങനെ മാതൃകയായിട്ട് ചെയ്യാൻ പറ്റുന്ന കുടുംബങ്ങൾ നമുക്കിടയിൽ വേണം. ഒരാളുടെയും നിർബന്ധത്തിനല്ല, സ്വമേധയാ സമയമായാൽ കുടുംബസമേതം അഥവാ മക്കളെ പ്രത്യേകിച്ച്, അവരിൽ പള്ളിയിൽ പോകേണ്ടത് ആൺകുട്ടികളെ പ്രത്യേകിച്ച്, ഇനി ഒരു സ്ഥലത്ത് പള്ളിയില്ല എങ്കിൽ ഫസ്വലാത്തു ജമാഅത്തുൻ ഫിൽ ബൈത്ത്, പള്ളികൾ പോകാൻ പറ്റില്ലെങ്കിൽ ബാക്കിയുള്ളവർ വീട്ടിൽ നിന്ന് ജമാഅത്ത് നിസ്കരിക്കട്ടെ. അത് വീട്ടിൽ ഖൈറുണ്ടാക്കും. ആ ശീലം വിട്ടു. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരാൾ കറക്റ്റായി വന്നാൽ അവൻ്റെ ജീവിതം ഓർഡറായി പോവുക. വലാ ബുദ്ദ ലഹും മിൻ ഖിറാഅത്തിൽ ഖുർആനി വൽ ഇസ്തിമാഇ ലിത്തിലാവത്തി യൗമിയ, എന്നും ഒരല്പസമയമെങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഓതാതെ നമ്മൾ കുട്ടീനോട് നമുക്ക് പറയാൻ പറ്റൂല, നമ്മൾ ഓതാതെ ഭാര്യനോട് പറയാൻ പറ്റൂല. സ്ഥിരമായി ഖുർആൻ ഓതുന്ന, പഠിക്കുന്ന, ചർച്ച ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. വലാ ബുദ്ദ ലഹും അൽ ഇജ്തിമാഉ അല ത്വആമി ബഅദഹും മഅ ബഅദിൻ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പരസ്പരം സംസാരിച്ച് പലതും പങ്കുവെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. വലാ ബുദ്ദ ലഹും മിനത് തഹദ്ദുസി ബിലുഗത്തിൽ ഖുർആൻ ബിഖദ്രിൽ ഇംകാൻ, സാധ്യമാകുന്ന രൂപത്തിൽ അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക.
ഇംഗ്ലീഷ് അറിയോ? ഇംഗ്ലീഷ് എല്ലാം റെഡിയാണ്. മലയാളം അറിയോ? കുറച്ചൊക്കെ. അറബി തീരെ പറ്റില്ല. എന്താ? അറബി ഖുർആൻ്റെ ഭാഷയെ അത് പഠിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ എന്തൊക്കെ കോഴ്സ് പഠിപ്പിച്ചതൊക്കെ മറുഭാഗമാണ്. അടിസ്ഥാനപരമായി നമുക്ക് അവർക്കിടയിൽ, മക്കൾക്കിടയിൽ ആ രൂപത്തിലുള്ള ഒരു കൾച്ചർ ആവശ്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കിതാബ് പഠിപ്പിച്ച മര്യാദ ഫീ സൂറത്തുന്നൂർ, സൂറത്തുന്നൂറിൽ ഒരുപാട് കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ആരൊക്കെയാണ് വിവാഹബന്ധം നിഷിദ്ധമായവര്, ആരൊക്കെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റും, ആരൊക്കെയാണ് അന്യപുരുഷന്മാർ, ആരൊക്കെയാണ് അന്യ സ്ത്രീകൾ, ആരൊക്കെയാണ് ബെഡിൽ നിന്ന് മാറ്റിക്കിടത്തേണ്ടത്, ഏത് പ്രായത്തിലൊക്കെയാണ്, ഏത് സന്ദർഭത്തിലൊക്കെയാണ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ബെഡ്റൂമിലേക്ക് അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ കുറേ കാര്യം സൂറത്തുന്നൂറിൽ പറയുന്നുണ്ട്. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ മാറിക്കേണ്ട മര്യാദകൾ പഠിച്ചിട്ടില്ലെങ്കിൽ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കാം. വെറുതെ മലയാളം വായിച്ചു നോക്കിയാൽ മതി, കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് കുട്ടികൾക്ക് അറിയണം, ഇല്ലെങ്കിൽ അത് വേറെ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കും. ശ്രദ്ധിക്കുക. അടുത്ത ശ്രദ്ധിച്ചോളിയും. ഈ അറബ് രാജ്യത്തടക്കമുള്ള ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ കുടുംബമായി ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറയാണ്, തീരെ ഉണ്ടാകാൻ പാടില്ല അംഫുസിഹിം, ഓരോരുത്തരും, വഔലാദിഹിം, അവരുടെ മക്കളും, ബിമുശാഹദത്തിൽ അഫ്ലാമിൽ ഖലീഅതി, മ്ലേച്ഛമായ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വൽഫാജിറതി വൽഫാസിഖ, അധർമ്മമായ എന്തൊക്കെ തെറ്റ് പഠിക്കണോ അതിനൊക്കെയുള്ള സാഹചര്യമാണ് ഒരു സിനിമ കാണുക എന്ന് പറഞ്ഞാൽ. അതിലെന്തൊക്കെ വേണ്ട? എങ്ങനെ അടി ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് ഒരാളെ കൊല്ലാം, എങ്ങനെ ഒരാളെ പ്രേമിക്കാം, എങ്ങനെ വീട്ടിൽ നിന്ന് ചാടിപ്പോകാം, എല്ലാം കൃത്യമായിട്ട് വെൽ പ്ലാൻഡായിട്ട് ഒരു 3 മണിക്കൂർ സിനിമ കൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊക്കെ എങ്ങനെ ഇരുന്ന് കാണുകയാണെങ്കിൽ ആ സാഹചര്യം വീട്ടിൽ സമ്മതിച്ചു കൊടുക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പല കുട്ടികളോടും ചോദിക്കും, ഈ സിനിമ ആളിലുണ്ടോ എന്ന് ചോദിച്ചാൽ കുട്ടികൾ അങ്ങനെ പറയും, ഇടയ്ക്കൊക്കെ കാണും, ചിലപ്പോഴൊക്കെ. വാപ്പാനോട് ചോദിച്ചാൽ ഞാനും അങ്ങനെ തന്നെ ഇടയ്ക്കൊക്കെ കാണുള്ളൂ, അല്ലാതെ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ കാണാറൊന്നുമില്ല. ഉമ്മാനോട് ചോദിച്ചാൽ ഞാനങ്ങനെ ഒന്നുമില്ല, കുട്ടികളൊക്കെ പോയ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ എപ്പോഴും അങ്ങനെ അപ്പൊന്നും അങ്ങനെ. ഇതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ സിനിമ കാണലുണ്ട് എന്നായി പറയണേ. ഞങ്ങൾ സിനിമ കാണാറുണ്ട് എന്നുള്ളതിന് മോശമായ ഒരർത്ഥം കൊടുത്തുകൊണ്ടാണ്. ഇത് എന്തതിനർത്ഥം? ഇതിന് കൊണ്ട് മനസ്സിലാക്കുന്നത് ഒരാൾ ആ വീട്ടിലെ ഇസ്ലാമികമായ തർബിയത്തിന് അടിസ്ഥാനപരമായ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. വലാ ബുദ്ദ ലിൽ ഔലാദി മിനൽ മബീതി ദാഖിൽ മൻസിലി, വലാ ബുദ്ദ ലിൽ ഔലാദി മിനൽ മബീതി ദാഖിൽ മൻസിൽ, വീട്ടിൻ്റെ അകത്തല്ലാതെ ഉറങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. ഞാൻ അന്ന് അവിടെ കേട്ടോ എവിടെയൊന്നിട്ട് അവിടെ പോവാണ്. എവിടെയോ ഓൻ അന്ന് കറങ്ങണത്, അന്ന് എവിടെയാണോ രാത്രി താമസിക്കുന്നത്, ഓൻ ആരുടെ കൂടെയാണ്, ഓൾ ആരുടെ കൂടെയാണ്, നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞ്. ഇങ്ങനെ ഓരോന്നും ഓരോ യൂണിവേഴ്സിറ്റിയിലോ ഹോസ്റ്റലിലോ മറ്റോ കൊണ്ടുപോയാക്കാൻ അവിടുത്തെ സാഹചര്യം ഏതാണ്, കൾച്ചർ ഏതാണ്, ആരാണ് കൂടെ, ഇതൊന്നും നോക്കാത്തൊരവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ മക്കൾ നമ്മുടേതായി മാറാനുള്ള ചില ചിട്ടകൾ അവിടെ നിന്ന് പഠിപ്പിക്കുക. വീടിന് പുറത്തേക്ക് മക്കളെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞതുകൊണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കുക. നിങ്ങളുടെ മക്കളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലാബുദ്ദമിൻ ഇർസാലിൽ അത്ഫാലി ഇലാ മദാരിസിൻ ഇസ്ലാമിയ, പരമാവധി ഒരു ഇസ്ലാമിക മര്യാദകൾ സൂക്ഷിക്കണം. നമ്മളിപ്പോൾ എന്താ നോക്കുക, സ്കൂളിൽ വെച്ച് നോക്കുക, ആ സ്കൂൾ ഉഷാറാട്ടോ, അതെന്താ അവിടെ ഫുൾ റാങ്കാണ്, ഭയങ്കര പഠിപ്പാണ്, അവിടെ ഭയങ്കര കെയറാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നത്. അവിടെ ഇസ്ലാം അതൊന്നും ഇപ്പോൾ നോക്കിയാൽ നടക്കില്ല ഉസ്താദേ, അതൊന്നും ഇപ്പോൾ ഇവിടെ നടക്കില്ല. ആയിക്കോട്ടെ, അങ്ങനെയാണ് നമ്മളെ കാഴ്ചപ്പാടെങ്കിൽ ഉലമാക്കന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നു, ദീന് പറയുന്നു. ഒരു കുട്ടിക്ക് അവൻ്റെ കൾച്ചർ, അവൻ്റെ സ്വഭാവം, അവൻ്റെ മനസ്സ്, അവൻ്റെ വികാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയമാണ് അവൻ്റെ പഠനകാലഘട്ടം എന്ന് പറഞ്ഞാൽ. അവിടേക്ക് ഏത് കൾച്ചറാണ് കയറ്റി കൊണ്ടുപോകുന്നതെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. പരമാവധി സാധ്യമാകുന്ന എത്ര ഇസ്ലാമിക മര്യാദകളുള്ള സ്ഥാപനങ്ങളെ പരിചരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വലാബുദ്ദ മിൻ ഇർസാലിഹിം അയ്ളൻ ഇലൽ മസ്ജിദി, പരമാവധി പുറത്തിറങ്ങുമ്പോഴും പള്ളികളിലേക്ക് എത്താൻ, സ്വലാത്തുൽ ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയും, വഹുദൂറൽ ഹൽഖാത്തുൽ ഇൽമിയ്യത്തി വദ്ദഅവിയ്യത്തി, ദീനിയായ നല്ല നല്ല സദസ്സുകളിലേക്ക് പുറത്തേക്ക് പോവുക. നമ്മൾ ആകെ പുറത്തേക്ക് പോകണം എന്തിനാ? കറങ്ങാനേ പോകണുള്ളൂ. ദീന് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും ഫാമിലി ആയിട്ട് വരുന്നുണ്ടോ? നമ്മൾ ഭാര്യയും സദസ്സിലുണ്ടോ? നമ്മളിത് കേൾക്കേണ്ട നമ്മൾ കുറേ മക്കളുണ്ടായിരുന്നു, അവർ സദസ്സിലുണ്ടോ? നമ്മൾ അവരെ എല്ലാത്തിനും വിട്ടു. അവരെ ഇപ്പോഴും നമ്മൾ കൊല്ലാത്ത എന്താണെന്നറിയോ? അവർക്ക് പഠിക്കാണ്ട്, ഈ പഠിപ്പ് മാത്രമേ നടക്കണുള്ളൂ. അവർക്ക് കിട്ടേണ്ടുന്ന ഈ തർബിയത്ത് അവർക്ക് എത്തുന്ന കിട്ടുക. 10ാം ക്ലാസ് കഴിയോളം 10ാം ക്ലാസ് പറഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 പറഞ്ഞു, +2 കഴിഞ്ഞാൽ ഡിഗ്രി പറഞ്ഞു, പിന്നെ എന്നാണ് അവർക്ക് കിട്ടുക? അതുകൊണ്ട് അവർക്ക് അത് കൊടുക്കേണ്ടുന്ന ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് അവരതിലേക്ക് എത്തിക്കാൻ നമ്മൾ തന്നെ ആദ്യം തന്നെ നീ പോരണ്ട, ക്ലാസ്സാണ്, സ്കൂളിൽ പഠിക്കാൻ.
അവരോട് പറയുന്നത് പുറത്ത് നിങ്ങൾ ഇൽമിയായ സദസ്സുകളിലേക്ക് കുടുംബത്തോട് എത്തിക്കാൻ. വലാബുദ്ദ മിൻ ഈജാദിൻ നശാതാത്തി തർബിയത്തി വറിയാദിയ ബൈനൽ അത്ഫാലി വശബാബ് ഫി അമാകിൻ യുശ്റഫ് അലൈഹൽ മുസ്ലിമൂൻ. മുസ്ലിങ്ങൾ സംഘടിപ്പിക്കുന്ന നല്ല നല്ല ആക്ടിവിറ്റീസുകളിൽ നമ്മൾ പങ്കെടുക്കുക. നമ്മളിപ്പോൾ എവിടെ പങ്കെടുപ്പിക്കുന്നത്? വേറെ കുറേ കാര്യങ്ങൾക്ക് പങ്കെടുപ്പിക്കുന്നത്. മുസ്ലിമീങ്ങൾ സംഘടിപ്പിക്കുന്ന നല്ലതായ ഒരുപാട് ആക്ടിവിറ്റീസ്, ദേവാരംഗത്താവട്ടെ, മറ്റു സ്പോർട്സ് ആവട്ടെ, വേറെ ഒരുപാട് രംഗത്ത് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാനേ വേണം. അത്തരത്തിൽ നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിക മര്യാദകളോടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റുന്ന സദസ്സുകളെ പറ്റി പണ്ഡിതന്മാർ പറയുക. അതേപോലെ തന്നെ കുടുംബങ്ങളുമായുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല പരിശുദ്ധമായ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ, ഹജ്ജിനോ ഉംറക്കൊക്കെ നമ്മളെ കുട്ടികളും പോകണം, നമ്മളും പോകണം. പറ്റാവുന്ന ആളുകളൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ കുട്ടികളോട്, അതുപോലെ വലിയവരോട്, അമുസ്ലിങ്ങളോടൊക്കെ എങ്ങനെ പെരുമാറണമെന്നവരെ പഠിപ്പിക്കുക. ഇങ്ങനെ ധാരാളക്കണക്കിന് പുറത്തു പോകുന്ന സമയങ്ങളിലും അവരുടെ കാര്യങ്ങൾ സൂക്ഷ്മമായി നിങ്ങൾ ശ്രദ്ധിക്കുകയും മര്യാദകൾ കൊടുക്കുകയും വേണം. പിന്നെ ഉലമാക്കന്മാർ പറഞ്ഞത്, പ്രായമായ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വേഗം കല്യാണം കഴിപ്പിക്കാൻ നോക്കുക. കല്യാണം കഴിക്കാനുള്ള അവസരങ്ങളെല്ലാം ഒത്തുവന്ന ഒരാളാണെങ്കിൽ പിന്നെ നമ്മുടെ കാരണങ്ങൾക്ക് മുമ്പിൽ അതിനെ വിട്ടുകൊടുക്കുക. നമുക്ക് നല്ല ഗൗരവത്തിൽ 2-3 വിശദീകരണം പറഞ്ഞത്. അവരുടെ വിവാഹത്തിന് വേണ്ടുന്ന പ്രോത്സാഹനം നമ്മൾ കൊടുക്കണം. അവരാരും ഇങ്ങോട്ട് വന്ന് ചോദിച്ചു വന്ന് പിന്നാലെ വരൂല, അതിന് കാത്തിരിക്കരുത്. നമ്മളൊരു മുൻകൈയെടുത്ത് ചെറിയൊരു ജോലി കൊണ്ടെങ്കിലും അതിന് പറ്റുന്ന ഒരു സംതൃപ്തമായ അവസ്ഥകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹം കഴിയണം. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് ഹലാലായ രൂപത്തിൽ അവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൈമാറണം. ഇങ്ങനെ ചെറിയ ചില നിർദ്ദേശങ്ങളാണ് ഉലമാക്കന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നത്.